ഇതാണ് എൻ്റെ ഒല X1 എയർ. വണ്ടി വാങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ഞാൻ എത്ര നാൾ ഉപയോഗിച്ചിട്ടുള്ളൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വണ്ടി നമ്മൾ വാങ്ങിക്കാനായിട്ട് ആദ്യം തന്നെ ഷോറൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല പെരുമാറ്റമാണ് നമ്മുടെ അടുത്ത്. പക്ഷേ വണ്ടി വാങ്ങി നമ്മൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സർവീസിനായിട്ട് സർവീസ് സെൻറ്ററിൽ പോകണം. അപ്പോൾ അവർക്ക് ഈ സ്നേഹമൊന്നും നമ്മളോട് അടുത്തുണ്ടാവില്ല. ആദ്യം തന്നെ പറയാമല്ലോ, വണ്ടി വാങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. ഏകദേശം 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അതിൽ 1 വർഷം കൊണ്ട് വണ്ടി എനിക്ക് മുതലായി എന്ന് പറയാം. ഇവരെ ഒരു പ്രശ്നം സർവീസാണ്. സർവീസിലേക്ക് പോണേക്കാളും മുൻപ് പറയാം, ബിൽഡ് ക്വാളിറ്റി കുറവാണ്. ഇതിൽ ചാലക്കുടി പോട്ട സർവീസ് സെൻ്ററിലാണ് ഞാൻ സർവീസിന് വണ്ടി കൊടുക്കാറ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം പെരുമാറ്റമാണ് അവരുടെ. എപ്പോൾ ചെന്നാലും പറയുക പാർട്സില്ല എന്നാണ്. പിന്നെ ഒരു തവണ വണ്ടിയുടെ MCU കംപ്ലൈൻ്റ് ആയിട്ട് മാറി. സംഭവം 2 ദിവസം കൊണ്ട് മാറി കിട്ടി. പക്ഷേ അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് കാണാം, ഇവിടെ കുറേ സ്ക്രൂകളുണ്ട്. ഒന്നും ടൈറ്റ് ചെയ്ത് ഇട്ടിട്ട് പോലുണ്ടായില്ല. അത് ഈ ഒരു ഗ്യാപ്പിൽ കുറേ സ്ക്രൂ കിടക്കണ്. പിന്നെ ഒരു വട്ടം അയച്ചു കഴിഞ്ഞപ്പോൾ ഈ പാനലൊക്കെ ഫുള്ള് ഗ്യാപ്പായി. അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ രണ്ടാമത് സർവീസിന് കൊണ്ടുപോയി പറഞ്ഞത്. കമ്പനി പാക്കിങ് വരുന്നതാണ്. ഒരു വട്ടം അയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ആവില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ഞാൻ സർവീസിന് കൊണ്ടുപോയത് ടയർ മാറാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ഹബ് മോട്ടറാണ്. ഷോറൂമിൽ ടയർ മാറില്ല, അവർ വീൽ അഴിച്ച് തരും. നമ്മൾ പുറത്ത് നമ്മുടെ റിസ്കിൽ എവിടെയാണെങ്കിൽ കൊണ്ടുപോവുക, ടയർ മാറി കൊടുത്താൽ അവർ ടയർ ഫിറ്റ് ചെയ്ത് തരും, വീല് ഫിറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇത് ഞാൻ ഷോറൂമിൽ ചെന്നിട്ട് ഒരു 4-5 തവണ ചെന്നിട്ടാണ് അവർ സമയമില്ല എന്ന് പറഞ്ഞിട്ട് 5 തവണയോളം പോയിട്ടാണ് വീലഴിച്ചതെന്ന്. വീലഴിച്ചെന്ന് പുറത്ത് കൊണ്ട് ടയർ മാറിയിട്ട് ഇതെല്ലാവരും ചെയ്യില്ല, ടയർ ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ അടുത്തൊരു കടയിൽ പോയി അവർ ചെയ്യാമെന്ന് പറഞ്ഞു. ടയർ മാറിയിട്ടു. പക്ഷേ ഇതിലേറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സർവീസ് 800 രൂപയാണ്. ടയറിന് ആകെ 1000 സംതിങ് അത്രേ റേറ്റ് വരുള്ളൂ. 800 രൂപയാണ് അവരെ സർവീസ് കാശ്. ആ 800 കൊടുക്കും വേണം. അവരെ നേരത്തിന് അവർ പറയുന്ന വരെ ഒരു 5 തവണ ചെന്നിട്ടാണ് ഇതൊക്കെ മാറാൻ പറ്റുള്ളൂ. വണ്ടി ഒരാൾക്കും നമ്മൾ പറഞ്ഞ് വണ്ടി എടുപ്പിക്കരുത്. അവരാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ പറ്റുകയാണെങ്കിൽ വണ്ടി ധൈര്യമായിട്ട് വാങ്ങാം. പിന്നെ 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചപ്പോൾ 1,22,000. ആ 22-നുള്ള വണ്ടി ഉണ്ട്, മുതലായി. 1 ലക്കാണ്. അപ്പോൾ ആ ലക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. ബിൽഡ് ക്വാളിറ്റി ഒന്നുമില്ല, ജസ്റ്റ് ചാർജ് ചെയ്ത് ഓടിച്ച് നടക്കാമെന്ന് മാത്രം. പിന്നെ ഒരു സ്ഥലത്ത് പോലും ഒലയുടെ ഫാസ്റ്റ് ചാർജിങ് ഹൈപ്പർ ചാർജർ വർക്കിംഗ് അല്ല.